ഗായ്സ് നമ്മൾ ഉറക്കത്തിന് എനിക്ക് ഉറക്കം കഴിഞ്ഞു ഗൈസ്. വെയിലും കാർമേഘവും ഉണ്ട് ഗൈസ്. വെയിലും കാർമേഘവും ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ പോവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പച്ചപ്പായ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ കാണുന്നുണ്ടോ? ഒരു മഴയല്ല ഗൈസ്, വണ്ടി പോലെ. വണ്ടിയിൽ മഴയാണ്. സൗണ്ട് ഏതാണെന്ന് മനസ്സിലായത്. നമ്മളെല്ലാ സാധനങ്ങളൊക്കെ അടിച്ചു പോയി ഗൈസ്. അടിച്ചു പോയി. മൊബൈൽ എഡിറ്റ് ചെയ്ത് മൊബൈൽ കിട്ടിയതുകൊണ്ട് മൊബൈൽ എഡിറ്റ് ചെയ്തു. ഇങ്ങനെ കാര്യം ചെയ്യരുത് കേട്ടോ. മൊബൈൽ എഡിറ്റ് ചെയ്തിട്ടാണ് ലൊക്കട വെറുതെ ലൊക്കടാച്ച് വേണ്ടി പാട്ട പറക്കിടം കെട്ടിയേക്കാണ് ഗൈസ്. നമ്മൾ അധികമൊന്നുമില്ല, വല്ല പാട്ട പറക്കിടവർ വൈബായി കെട്ടിയുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഓഗസ്റ്റ് 15 ഇവിടെ ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ട്. ഇതേ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇവിടെയാണ് ഫ്ലാഗ് ഉയർത്തിയത്. ഫ്ലാഗ് ഉയർത്തുക. ഒരു PVCയുടെ പൈപ്പാണ് താഴെടുക്കുന്നത് അവിടെ. ആ PVCയുടെ പൈപ്പ് വണ്ടി വണ്ടിക്കുന്നുണ്ട്. PVCയുടെ പൈപ്പ് എന്താണെന്ന് വെച്ചാൽ നേരെ ആ വീണോടേക്ക്. അപ്പം ഈ സാരി ഉണ്ടല്ലോ, സാരിയും ഈ ഗ്രീൻ നെറ്റും കൂടി മറിഞ്ഞ് താന്നു ഒരു പാട്ടപ്പറക്കി വൈബായത്. ഇപ്പുറത്ത് വീണറിയില്ല. വീണാൽ ഞാനും പോകും, മൊബൈലും പോകും. അപ്പോൾ ആദരാഞ്ജലി എന്ന് പറയുന്നത് ഫ്ലെക്സ് അടിക്കാം. നമുക്ക് ഇരുന്നിട്ടാണ്. ഇതാണ് പറഞ്ഞത്. ഇടിഞ്ഞു കഴിഞ്ഞു വെള്ളക്കും നല്ല ഹൈറ്റിൽ കിട്ടിയത്. പക്ഷേ ഡോക്ടർ വൈബാണ്. പാട്ടൊക്കെ വരയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ഇതുകൊണ്ടൊക്കെ കിട്ടും. ഇതവിടേക്കാണ് കാണുന്നുണ്ട്. അവിടേക്കാണ് ഇടിഞ്ഞു വീണത്. എന്നിട്ട് ഒരു വിധത്തിൽ ഞാനെല്ലാം എടുത്ത് ഞങ്ങൾക്ക് ആ സാധനം കുഞ്ഞ ഫ്ലാഗ് ഇടുമ്പോൾ കുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഊരിയെടുത്ത് ഊരിയെടുത്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് അയച്ചിട്ട് മര്യാദയ്ക്ക് ഇതാക്കി വാഷ് ചെയ്തു. വാഷ് ചെയ്തതിന് ശേഷം അടുത്ത കൊല്ലത്തേക്ക് വേണ്ടിയിട്ട്, അതൊക്കെ ഈ കൊല്ലം മതി കേട്ടോ, ചെറിയ ഫ്ലാഗ് അടുത്ത കൊല്ലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു സാധനം ഇന്ത്യയുടെ ഇതുണ്ടായി. അതൊക്കെ ഞാനൊരു കവറിലാക്കി എടുത്ത് കെട്ടി പൂട്ടി വെച്ചു ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ കാണിക്കുക? നമ്മൾ ഇന്നലെ മറ്റേ വീഡിയോയിൽ ഇട്ടതിൻ്റെ പാർട്ട് 2 ആണിത്. അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പം നമ്മൾ വന്ന വഴിയാണിത്. അവിടെ നിന്ന് ആ അറ്റത്ത് നിന്ന് ഞാൻ കാണിച്ചത് ഒരു വലിയ ക്യാറ്റുണ്ടെന്ന് പറഞ്ഞില്ല. ആ ക്യാറ്റത്ത് നിന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി. ഈ പാറയുടെ ഭാഗങ്ങൾ അതിൽ കൂടെയാണ് ഞാൻ നടന്നു പോയത്. ഇതാണ് വൃത്തികെട്ടത് കെട്ടിയത്. ബാക്കിയെല്ലാം മെയിനുള്ളതാണ്. ആ വഴി നമ്മൾ നടന്നു. എന്നിട്ട് നമ്മൾ ഇതിൽ കൂടെ ആ വഴി കൂടെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഈ പാറ കാണിക്കുന്നത് വെച്ചാൽ വെറുതെ ഒരു പാട്ടവർക്ക് ലുക്കാണ്. പക്ഷേ ഇവിടെ നമ്മളിവിടെ അവിടെ തൊട്ട് ഇവിടെ വരുന്ന മാവും തൈ, ചക്ക തൈ, പ്ലാവ് തൈ, അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മൾ ഇത് കെട്ടാൻ വേണ്ടിയിട്ട്, ഈ സാരി കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് വലിച്ചു പിടിച്ചു. ഈ അടയ്ക്കാർക്ക് വെയിൽ വന്നിട്ടുണ്ട് ചെറുതായിട്ട്, അപ്പം എന്നെ കാണില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല വഴുക്കലാണ്. ഇതൊക്കെ ഈ പാറ കുറച്ച് നിമിഷങ്ങൾ കൊണ്ടാണ് കാട് പിടിച്ചത്. പിന്നെ ഞാൻ വെറുതെ കളിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഞാനായിട്ട് ഈ പാറമതുണ്ട് അലക്ക് കല്ല് സെറ്റപ്പിൽ പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാണ് അലക്ക് കല്ല്. പിന്നെ ഞാൻ എൻ്റെ ടവലൊക്കെ അലക്കാൻ വരും. പിന്നെ ഇവിടെ നമ്മൾ എന്താ പറയുക,
ഒരു തീ വേനൽക്കാലത്തൊക്കെ തീ ഇടാറുണ്ട്. അതിൻ്റെ ചാമ്പൽ അടിയിലുണ്ടായി. ആ ചാമ്പൽ ഉള്ളത് കൊണ്ട് എനിക്ക് വെള്ളം കിട്ടുന്നു, പുഴുക്കൾ വരും. ദേ അപ്പോൾ ഞാൻ പറയുന്നോർത്ത് കിട്ടാ. ദേ ഇവിടെ വെള്ളം കിട്ടുക. ഞാൻ എന്ത് ചെയ്തു, മണലിട്ടു, നികത്തി നല്ല അടിപൊളിയാക്കി. അടിപൊളി. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇത് ലോങ് വീഡിയോ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് ഒന്നും ഇടാത്തത്. അതിലുള്ള ഫോട്ടോസൊക്കെ ഇതാക്കാറ്. നിങ്ങൾക്ക് ഞാൻ ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം, PDF ആപ്പ്. നമ്മുടെ ഫോട്ടോ കൊണ്ട് നമുക്കൊരു പരീക്ഷ പേപ്പർ തയ്യാറാക്കാം. PDF ആപ്പിൽ നിന്ന് നമുക്ക് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടിച്ചു കൊടുത്താൽ എന്തായാലും കിട്ടും. നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷ് മലയാളത്തിലോ ടൈപ്പ് ചെയ്ത് അതിൻ്റെ അപ്പം ഒരു ഫോട്ടോ, അപ്പോൾ ഒരു എൻ്റെ ഫോട്ടോ വെച്ചൊരു കഥ തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മേക്ക് സ്റ്റോറി, മലയാളത്തിൽ കഥയുണ്ടാക്കൂ, മേളത്ത ഇങ്ങനെ വരും. അങ്ങനെ വരും. അങ്ങനെയൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഹെഡിങ് തലയ്ക്ക് കഥയ്ക്ക് ഹെഡിങ് കൊടുക്കാനായിട്ട് കഥയ്ക്ക് തലക്കെട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക പരീക്ഷ പേപ്പർ ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കിയുള്ളവർക്കത് ഷെയർ ചെയ്ത് കൊടുത്ത് എടുക്കാം. പിന്നെ ഫോട്ടോസൊക്കെ PDF ആക്കി എടുക്കാം. അതാണ് നമ്മളിവിടെ പേപ്പർ ഉണ്ടാകും. ഇവിടെയൊക്കെ നിറച്ച് മരങ്ങളുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിറച്ച് മരം. മുൻപ് ഒരു ടെൻറ്റ് ഇവിടെയാണ് കെട്ടിയിട്ടുണ്ടായത്. ആ ടെൻറ്റ് പിന്നെ പൊളിച്ചു. ഞങ്ങൾ ടെൻറ്റിന് ഒറ്റ ചാട്ടം. പിന്നെ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഒരു വൃത്തിക്കിട്ട അനുഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ വൃത്തിയായി കിടക്കുക. ഈ വിടവിൽ ഞങ്ങൾ ഒരു ചെറിയൊരു കുട്ടിപ്പേന ഇട്ടിട്ടുണ്ട്. കുട്ടിപ്പേന കൂടെ മാത്രമുള്ള സാധനം. അതിൻ്റെ മേലിൽ എൻ്റെ ഫ്രണ്ടിലുള്ള എൻ്റെ വീട് തൊട്ടപ്പുറത്തുള്ള വെല്ലുമണി ചക്ക വന്നിട്ടുണ്ടല്ലോ. ഇതിൻ്റെ മേലേക്കെടുത്ത് ഒറ്റ ചാട്ടം. ഞങ്ങൾ ഉള്ളിലുണ്ട്, ഒരു ചേച്ചി, ഞാൻ, പിന്നെ കുറച്ച് പേരുകളുണ്ടായി, കുറച്ച് ആൾക്കാരുണ്ടായി. അവരുടെ മേത്തൊക്കെ ഈ സാധനങ്ങളൊക്കെ ഇടിഞ്ഞ് മേത്തേക്ക് വീണു. എന്നിട്ട് ഞങ്ങളുടെ കാര്യം കട്ടപ്പൊക്കെ. എന്നാൽ ഞാൻ പറയുന്നത് ചെടി നട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊരു മാവുന്നതാണ്. പിന്നെ ഇവിടെ ഒരു വലിയൊരു പുള്ളിയുണ്ട്. നല്ല ചിലതാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടായി, വിശാലമായിട്ടുള്ള മരം. ഇവിടെ ഒക്കെ മരങ്ങളില്ലാത്ത ഭാഗത്തൊക്കെ ഇല്ലേ, കണ്ടില്ലേ? അവിടെ ഒക്കെ മരങ്ങളുണ്ടായി. ഈ മരങ്ങൾ ഇവിടുത്തെ ഇവിടെ ഒരു വീടുണ്ട്. ഇത് നല്ല വലിയ വീടാണ്. ഞാൻ ആ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. കാണുന്നതാണ്. ആ ഷീറ്റിട്ട് ബാക്കിൽ ഷീറ്റിട്ട് കാണില്ലേ, ആ വീട്ടിലത്തെ വിലാസായിട്ട് മരം വെട്ടാനായിട്ട് പറഞ്ഞു. എന്നിട്ട് അവർ വന്ന് വെട്ടി. നമുക്ക് ഇതൊക്കെ കണ്ട ചാമ്പലാണ്. ചാമ്പിന് വെള്ളം കയറിതാക്കി നശിച്ചു. അപ്പോൾ ഞാൻ ഇവിടെ മണ്ണ് കൊണ്ടിട്ട് നിറച്ചു. വെള്ളം കിട്ടിയില്ല, പുഴുക്കളൊന്നും ഉണ്ടാവാണ്ടിരിക്കുക. നമ്മൾ എന്താ പറയുക, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ. പിന്നെ നമ്മൾ വീണ്ടുണ്ടല്ലോ വെച്ചാൽ നമ്മൾ വീടിൻ്റെ അടുത്തൊരു ടാങ്കില്ല. ടാങ്ക് വെച്ച് വെള്ളമൊക്കെ ടാങ്ക് കേട്ടാ. എന്ത് ടാങ്ക്? വെള്ളം വരെ ടാങ്ക്. അതൊക്കെ നമ്മൾ ഉണ്ട് ഇവിടെ. അറിയോ നിങ്ങൾക്ക്? മോനടിക്കാർക്കൊക്കെ അറിയാം. ഇവിടെ ഒരു ഭാഗത്ത് ഈ ഭാഗത്തെ ടാങ്കൊക്കെ ഇരുന്നു. ആ ടാങ്ക് വെള്ളം എടുത്ത് ഭാഗം കാണിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ ടാങ്ക് ഇത് കണ്ട ഒരു ഓസ്മരി ഇട്ടിട്ടുണ്ട്. അവിടെ അതിലേക്ക് വെള്ളം ചാടി കയ്യിൽ ഇറങ്ങി നമുക്ക് അവിടെ ഇറങ്ങി കുളിക്കേണ്ട മേത്തേക്ക് മുഖത്തേക്ക് ഇതെവിടേക്ക് സൺലൈറ്റ് അടിക്കുന്നുണ്ട്. സൂര്യനോട് ഇങ്ങനെ കാണിക്കുമ്പോൾ പൊട്ടിക്കിട്ട് ഇതിൻ്റെ വണ്ടികളും ഒക്കെ കൊണ്ട് അവിടെ റോഡ് പണി നടത്തുന്നത്. നല്ല വൈബാണ് ഇവിടെ.
നല്ല വൈബ്, അഡാറ് വൈബാണ്. നമ്മളിനി കുറേ വീഡിയോസ് കിട്ടാം. നമ്മൾ എന്താ തോട്ടി പോയിട്ട് കൂടൊക്കെ ഇടും. ഇതൊക്കെ കിട്ടുന്നത് വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും, ഉറപ്പാണ്. ഞാൻ വാക്ക് തരണമെങ്കിൽ അങ്ങനത്തെ ഫിഷിങ്ങിൻ്റെ വീഡിയോ ഒക്കെ വരും. ഒഴിവ് കിട്ടുമ്പോൾ എന്തായാലും ഇടും. ഉറപ്പാ മക്കളെ, ഉറപ്പാ. കേട്ടാ, ചൂണ്ടിടാൻ പോകുന്നത്, ഇളച്ചൂണ്ടിടാൻ പോകുന്നത്, കൂടിടാൻ പോകുന്നത്, വലയിടാൻ പോകുന്നതൊക്കെ ഒക്കെ വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്തെല്ലാം നടക്കും കേട്ടാ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ എന്നെ പോലുള്ള ചെറിയ യൂട്യൂബ് ചാനൽക്കാർ ഉയർന്നതല്ലേ. നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുകയാണെങ്കിൽ ഞാനൊരു ഗീവ് അവേ തരാം. സിൽവർ പ്ലേ ബട്ടൺ കിട്ടണം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക്, എൻ്റെ വീഡിയോ ഞാൻ ഇടുന്ന വീഡിയോക്കൊക്കെ ലൈക്ക് ചെയ്യുന്നവർക്കൊക്കെ ഞാൻ ഒരു ഗീവ് അവേ നടത്തുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ സിൽവർ പ്ലേ ബട്ടൺ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്നിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. എന്ത് വേണം, സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് വേണോ അതോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, തീരുമാനിക്കില്ലേ? നിങ്ങൾ തീരുമാനിക്കണ്ടേ? അപ്പം നമുക്ക് ഗീവ് അവേ നടത്താം. ഗീവ് അവേയിൽ നമുക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് ഞാൻ തരും സാധനം. അതൊക്കെ നമുക്ക് സസ്പെൻസാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി, ഞാൻ തിരഞ്ഞെടുക്കും. പിന്നെ കമൻറ്റ് ഇടണം. അതിട്ടാൽ നിങ്ങൾ ഒന്നുമില്ല, ഫസ്റ്റത്തെ ഗീവ് അവേയിൽ ഒരാൾക്കാണ് കിട്ടുന്നത്. അടുത്ത ഗീവ് അവേ നിങ്ങളായിരിക്കും. ബാക്കിയുള്ള വിഷമിക്കേണ്ട ആളുണ്ടാവില്ല കേട്ടോ. ഗീവ് അവേ നടത്താൻ പാടുള്ളൂ കേട്ടോ. ഇനി ഗീവ് അവേ എവിടെ? ഗീവ് അവേ കമൻറ്റ് ഇടരുത്. നടത്തും, നമ്മൾ പയ്യെ നടത്തും. നമ്മുടെ സാഹചര്യം അനുസരിച്ച് വന്നാലേ നമുക്ക് നടത്താൻ പറ്റും. മണി വേണ്ടേ? മണി ഒട്ടുമല്ലോ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഗീവ് അവേ നടത്താറുണ്ട്. ഞാൻ ഒരു കാര്യം കാണുന്നുണ്ടെങ്കിൽ ദൈവത്തൊട്ട് എന്ത് വിൽക്കാറ് വരുന്നത് നക്കിട്ട് കയറിയിട്ട് നമ്മൾ ഗീവ് അവേ ഉറപ്പായിട്ടും നമ്മൾ നടത്തിയിരിക്കും. അതിനായിട്ട് നിങ്ങൾ സാഹചര്യം വേണ്ടേ? സാഹചര്യം എത്തുന്നതേ നമുക്ക് ഗീവ് അവേയും എല്ലാം മണ്ണങ്ങോട്ടൊക്കെ നടത്താൻ പറ്റുള്ളൂ. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യേ, അപ്പോഴല്ലേ എനിക്കൊക്കെ എന്നാലല്ലേ ഗീവ് അവേ തരാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ വീട്ടിലാകെ ഒരാൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ആൾക്ക് മാത്രമേ ഞാൻ കൊടുക്കാം. അത് എന്നാൽ ഞാൻ ഒരു ഡേറ്റ് പറയാം. ഡേറ്റ് പറയുന്നില്ല, അത് സസ്പെൻസ് ആയിരിക്കട്ടെ. എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കാർത്തിക് അടിച്ചു കൊടുത്താൽ എൻ്റെ അക്കൗണ്ട് ചിലപ്പോൾ കിട്ടുള്ളൂ. ഞാൻ വേണമെങ്കിൽ കാർത്തിക് 4 അടിച്ചു കൊടുത്താൽ കിട്ടും. ഉറപ്പായിരിക്കും. കാർത്തിക് അടിച്ചു കൊടുത്തിട്ട് മതി. അപ്പം എൻ്റെ വീഡിയോ കിട്ടും. ഉണ്ണിക്കല്ലേ വീഡിയോ കിട്ടും. എൻ്റെ ചിറ്റയുടെ വാവയുടെ വീഡിയോ. അവൾ പാവാണ്. അവൾ മിണ്ടാനൊന്നും പറ്റില്ല. 1 വയസ്സ് 1.5 വയസ്സായിട്ടുള്ളൂ. അവളെൻ്റെ മുത്താണ്. എൻ്റെ മുത്ത് ബേബിയാണ് അവൾ. അവളുടെ വീഡിയോസാണ് ഞാൻ ഇടുന്നത്. എൻ്റെ കുഞ്ഞനീറ്റി, എൻ്റെ ചുറ്റിമണി, അവളുടെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം ലൈക്ക് ചെയ്തോട്ടോ. എല്ലാത്തിനും ലൈക്കും ഫോളോ ആകുമ്പോൾ നമുക്ക് നമ്മൾ എന്തായാലും നടത്തും ഗീവ് അവേ. പറ്റുകയാണെങ്കിൽ നമ്മൾ കൊറിയറൊക്കെ അയക്കാം. ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഒഴിവുള്ളപ്പോൾ നമുക്ക് കൊറിയറൊക്കെ അയക്കാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാണ്ട് പറ്റില്ല. ഒരാളിനെ തിരഞ്ഞെടുക്കും. നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്യണം. എന്നുവെച്ചാൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുന്ന അല്ല പറഞ്ഞത്, കമൻറ്റിൽ ഇടണം. എന്നാലേ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ കേട്ടോ. കമൻറ്റിൽ കിട്ടാൻ പറ്റുള്ളൂ. അല്ലാണ്ട്
വലിയ യൂട്യൂബ് ചാനൽ എനിക്കൊന്നും അറിയില്ല. കമൻറ്റ് മതി, കമൻറ്റ് ഇടണം മതി കേട്ടോ. കമൻറ്റ് ഇടുക. കമൻറ്റിൽ നിങ്ങൾ എത്ര വേണമെങ്കിൽ കമൻറ്റ് ഇട്ടോ. പക്ഷെ ഒരു കമൻറ്റിൽ നിങ്ങളുടെ നമ്പർ, ഫോൺ നമ്പർ വേണം. എനിക്ക് വിളിക്കാൻ വേണ്ടി ഞാൻ നടന്നോണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. കമൻറ്റ് ഇടുമ്പോൾ ഫോൺ നമ്പർ കൂടി വേണം, മറക്കരുത്. ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇടുന്നതായിരിക്കും വിന്നർ. ഇവർക്ക് സമയമാകുമ്പോൾ ഒക്കെ തരും. ഇപ്പം ഗീവ് കേട്ടോ, കുറച്ച് മാസമൊക്കെ ഇതാക്കി കേട്ടോ. പൈസ തെറ്റായിട്ട് തരുള്ളൂ കേട്ടോ. പൈസ ഒക്കെ തെറ്റാവണ്ടേ? എന്നാൽ ഇനി പറഞ്ഞു ഗീവ് വേല് എന്താ കൊടുക്കേണ്ടതെന്ന്. വലിയ ഐറ്റംസ് അല്ല, ചെറിയ ഐറ്റംസ് ഒക്കെ ആയിരിക്കും കേട്ടോ. എന്നാലും നമ്മൾ ഹോംമെയ്ഡായിട്ട് ഉണ്ടാക്കും. അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ. എന്നാലും നമുക്ക് അത് ഇതാക്കാം. പിന്നെ ഒരു എന്താണെന്ന് പറയുക, ഒരു സാധനം ചെയ്യും, ഒരു നിബ്ബ് പാന. പിന്നെ ആലോചിച്ചിട്ട് പറയാം. നിബ്ബ് പാന എന്താ പറയുക, കവായി സ്റ്റിക്കേഴ്സ് 2 കവായി സ്റ്റിക്കർ, ഒരു നിബ്ബ് പാൻ, ഒരു മൾട്ടി കളർ പെൻ, പിന്നെന്താ പറയുന്നത്, പിന്നൊരു അടുപ്പിക്കട്ടെ, പിന്നൊരു ഷാർപ്പനർ എന്നുവെച്ചാൽ മോഡൽ ഷാർപ്പനർ. അടുത്ത വർഷത്തെ ഒരു ഞാൻ പറയാം, ഗീവയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്ന് ആലോചിക്കട്ടെ. അപ്പോഴാണ് അതിൽ ഞാൻ പറഞ്ഞതിനെക്കാട്ടിയും കൂടുതലുണ്ടാവും ഗീവയിൽ കേട്ടോ. പരമാവധി എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ വീഡിയോ ഇതാക്കിയാൽ മാത്രം ചെയ്യുള്ളൂ. ഞാനില്ല, എൻ്റെ കട്ട ഫോളോവറും സബ്സ്ക്രൈബറും ഒന്നും തരുള്ളൂ കേട്ടോ. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളൊക്കെ ഇത് ലോങ്